സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ത്യാഗരാജനോട് മുമ്പ് തന്നെ അരുന്ധതി വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും എന്നോട് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ, നിങ്ങൾ ചെയ്യുന്ന ഓരോ മണ്ടത്തരവും ദേവികയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് വിലക്കിയിരുന്നു. അതായത് പ്രഭാവതിയെ 2 ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതിന് ശേഷം. എന്നിട്ടും അതൊന്നും കേൾക്കാതെ ത്യാഗരാജനായിട്ട് പുതിയൊരു മണ്ടത്തരം ഒപ്പിച്ചു വെക്കുന്നു. അതായത് പത്രമാധ്യമങ്ങളിൽ നമ്മുടെ ശാരികയാണെങ്കിൽ പ്രഭാവതിയെ കുത്തിക്കൊണ്ട് ചില വർത്തമാനങ്ങൾ പറയുന്നു. അത് ഒരു ആയുധമാക്കി എടുക്കാൻ വേണ്ടി ആ സമയം തന്നെ ശാരികയെ തട്ടിക്കൊണ്ടു പോകുമ്പം സ്വാഭാവികമായിട്ടും പ്രഭാവതിയുടെ മേൽ സംശയം നീളും. അതിനു വേണ്ടിയിട്ടാണ് ത്യാഗരാജൻ അങ്ങനെ ചെയ്തത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ നല്ലതിന് വേണ്ടിയിട്ട് ചെയ്ത ആ ഒരു പ്രവൃത്തി VDF പാർട്ടിക്കും ദേവിയേക്കും ചന്ദ്രോത്ത് വീട്ടിലും മൊത്തം പൊട്ടിത്തെറിക്ക് കാരണമാകുന്നു. ചന്ദ്രമതി 2 ദിവസത്തിന് ശേഷമേ നാട്ടിൽ വരൂ എന്നുള്ള വിശ്വാസത്തിൽ ത്യാഗരാജനാണെങ്കിൽ ശാരികയെ തട്ടിക്കൊണ്ടുവന്ന് തേവർക്കാട്ട് വീട്ടിലാണ് താമസിപ്പിച്ചിരുന്നത്. എന്നാൽ ചന്ദ്രമതി ത്യാഗരാജനോട് പോലും പറയാതെ വന്നതിൻ്റെ പേരിൽ ത്യാഗരാജൻ്റെ കള്ളക്കളികൾ കൈയോടെ പൊക്കി നന്ദനെയും ദേവികയും കറക്റ്റ് സമയത്ത് വിളിച്ചറിയിക്കുന്നു. എന്നാൽ ഈ ന്യൂസ് എങ്ങനെയോ പത്രമാധ്യമങ്ങൾക്ക് കിട്ടി. അവരെല്ലാവരും വന്ന് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാൻ വയ്യാതെ അവരുടെ ചോദ്യങ്ങളിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ശാരികയുടെ വീട്ടിൽ തന്നെ ശാരികയെ കൊണ്ടുവന്നാക്കുന്നുണ്ട്. എന്നാൽ ശാരികയുടെ അമ്മ രാധികയാണെങ്കിൽ മോളെ കാണാതായതിൻ്റെ ദേഷ്യത്തിന് പ്രഭാവതിയോട് നിയന്ത്രണം വിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. അതെല്ലാം വെച്ച് പ്രഭാവതിയാണെങ്കിൽ തിരികെ വിളിച്ച് അഭിനയം കൊള്ളാമെന്ന് മോളെ ജയിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ മാർഗം കൊള്ളാം, കുറച്ച് നാൾ നിങ്ങളോടും നിങ്ങളുടെ മോളോടും സഹകരിച്ചത് പോലും തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചൂടായി സംസാരിക്കുന്നു. അങ്ങനെ ആ ഒരു ദേഷ്യം വെച്ചിട്ട് രാധികയാണെങ്കിൽ ദേവികയോട് പറയുന്നു, കുടുംബജീവിതമാണ് ഏറ്റവും വലുത്, അതുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ, നീ എന്ന് ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനമെടുത്തോ അന്നു മുതൽ സമാധാനം നഷ്ടമായതാ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ ശാരികയും നന്ദനുമൊക്കെ ആ പ്രശ്നം ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. എന്നാൽ ചന്ദ്രോത്ത് വീട്ടിൽ വരുന്ന നന്ദനെയും ദേവികയും കാത്ത് പ്രഭാവതിയും രജനിയും നിൽപ്പുണ്ടായിരുന്നു. അതായത് ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് വഷളാക്കുന്നുണ്ട് അവർ. ശാരികയെ കാണാനില്ലെന്നുള്ള വാർത്ത കേട്ടപ്പോൾ പ്രഭാവതിയാണെങ്കിൽ ശാരിക ആ റിപ്പോർട്ടറിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചതിൻ്റെ പേര് അങ്ങും ഇങ്ങും തൊടാതെ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു. ആ പെണ്ണിനെ കാണാതായതിൽ യാതൊരു അതിശയമില്ല, അതിൻ്റെ അഹങ്കാരം അത്രയ്ക്ക് വലുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അത് കേട്ട് വീട്ടിലുള്ള ചിലർ തന്നെ അമ്മയെ സംശയിക്കുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടായതിന് കാരണക്കാരി നന്ദനും ദേവികയും അച്ഛനും കൂടി ചേർന്നിട്ടാണെന്നും പറഞ്ഞ് രജനിയാണെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പം മാപ്പ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവിക. അമ്മയ്ക്കുണ്ടായ എല്ലാ അപമാനത്തിനും മാപ്പ് ചോദിക്കുന്നു പറയുമ്പോൾ ഇങ്ങനെ മാപ്പ് ചോദിച്ചാൽ പറ്റത്തില്ല. വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിൽ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണമെന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും കൂടി അറിഞ്ഞ് ദേവികയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ തേവർക്കാട്ട് വീട്ടിൽ തന്നെ ശാരികയെ കൊണ്ടുവന്നാക്കിയത്, അതുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ തന്നെ മാപ്പ് പറയണമെന്നൊക്കെ പറയുമ്പം സിദ്ധുവിനാണെങ്കിൽ രജനിയുടെ വർത്തമാനം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവളോട് തട്ടിക്കയറുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്, അവൾ പറഞ്ഞതല്ലേ വാസ്തവം, എനിക്കുണ്ടായ അപമാനം അങ്ങനെ തന്നെയാണ് നികത്തേണ്ടത്, ഈ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും തീരില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി ചൂടായി അകത്തേക്ക് കയറി പോകുമ്പം ദേവികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം പല റിപ്പോർട്ടേഴ്സും നമ്മുടെ പ്രഭാവതിയെ വിളിച്ച് ചോദിക്കുന്നു, എന്താണ് സംഭവിച്ചത്, KDF പാർട്ടിക്കെതിരെ VDF പാർട്ടി മനഃപൂർവ്വം തട്ടിക്കൊണ്ടുപോകൽ നാടകം നടത്തിയതാണോ, എന്താണ് മേഡത്തിന് പറയാനുള്ളത്, ദേവികയും കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ നടന്നേ എന്ന് ചോദിക്കുമ്പം ഇത് പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ അജണ്ടയാണ്, ഈ പ്രശ്നവുമായി എൻ്റെ കുടുംബജീവിതത്തെ കൂട്ടിക്കലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രഭാവതി വ്യക്തമാക്കുന്നു. അതായത് മീഡിയക്കാരുടെ മുൻപിൽ കുടുംബത്തിലുള്ള ശത്രുത തുറന്നു കാണിക്കാൻ പ്രഭാവതി ആഗ്രഹപ്പെടുന്നില്ല. ശാരികയുടെ വർത്താനവും ദേവികയുടെ പ്രവർത്തനവും എല്ലാം ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ത്യാഗരാജൻ കാണിച്ച ഈ മണ്ടത്തരം കാരണം ദേവികയ്ക്ക് കിട്ടിയ സപ്പോർട്ടെല്ലാം ഒരു നെഗറ്റീവായിട്ട് മാറുന്നു. അനീതിയുടെ വർത്താനമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ജനങ്ങൾ പോലും എല്ലാവരും കൂടി അറിഞ്ഞു വെച്ച് ദേവികയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രഭാവതിയെ കുറ്റക്കാരിയാക്കി എന്നുള്ളൊരു ധ്വനിക്കാണ് കാര്യങ്ങളും സോഷ്യൽ മീഡിയയും കൈകാര്യം ചെയ്യുന്നത്. ത്യാഗരാജനെ പോലെ ഒരു മണ്ടത്തരം കാണിക്കുന്ന എടുത്തുചാട്ടക്കാരനെയാണല്ലോ തങ്ങൾ കൂടെ നിർത്തിയെന്നുള്ളൊരു ആദിയിലാണ് ഇപ്പോൾ അരുന്ധതിയും. താൻ ഇത്രയും ക്യാഷ് ചിലവാക്കിയിരിക്കുന്നത് ദേവികയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് തൻ്റെ ഏറ്റവും വലിയ ശത്രുവായ പ്രഭാവതിയെ തോൽപ്പിക്കാനായി.
അതിനു വേണ്ടിയിട്ടാണ് ത്യാഗരാജനെ പോലെ ഒരാളെ പാർട്ടിയിൽ ചേർത്തതും. എന്നിട്ട് അതെല്ലാം വെറുതെ ആയെന്നുള്ളൊരു വിഷമത്തിൽ നിൽക്കുന്ന അരുന്ധതിയോട് CP പറയുന്നുണ്ട്, ഇപ്പോൾ കാര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പ്രഭാവതിക്കാണെന്നും പ്രഭാവതിയുടെ വിജയസാധ്യത ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഋഷിയാണെങ്കിൽ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ഋഷിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയും പ്രഭാവതിയെ തോൽപ്പിക്കണം എന്നുള്ളൊരു വാശി മാത്രമാണ് അമ്മയെ പോലെ ഇപ്പം മകനും ഉള്ളത്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിന് പ്രഭാവതിയെ വിളിക്കുന്നുണ്ട് നമ്മുടെ ഋഷി. ഇവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ചോണം, അല്ലെങ്കിൽ നിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, നീ ഒന്ന് വെച്ചിട്ട് പോടാ പീറ ചെറുക്ക. അതും കൂടി ആയപ്പോഴത്തേക്കും ഋഷിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. രഹസ്യമായിട്ട് രാത്രി പ്രഭാവതിയുടെ വീട്ടിലേക്ക്, അതായത് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് ഋഷി പ്രഭാവതിയെ ആക്രമിക്കാനായിട്ട്. രജനി ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിലെ ഡോറ് തുറന്നു കിടപ്പുണ്ടായിരുന്നു. ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഋഷി രഹസ്യമായി അകത്തേക്ക് കയറുന്നു. എന്നാൽ രജനിക്കൊരു സംശയം തോന്നുന്നു, ആരോ അകത്തേക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. അങ്ങനെ എന്തായാലും പ്രഭാവതിയെ ആക്രമിക്കാനായിട്ട് ഋഷി ചന്ദ്രോത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഋഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് VDF പാർട്ടിക്കും ദേവിയേക്കും വീണ്ടും നെഗറ്റീവ് ഉണ്ടാക്കിയെടുക്കത്തേ ഉള്ളൂ. ഇനി ഋഷി പ്രഭാവതിയെ ഉപദ്രവിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.